നല്ല കുഞ്ഞാടികളായിരുന്നു RSSകാർ. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാർക്ക് നല്ല കുഞ്ഞാടികളായിരുന്ന RSSകാരാണ് ഇന്ത്യൻ ദേശീയത പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മുന്നിൽ അവതരിക്കുന്നതെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 100ാം വർഷം ആഘോഷിക്കുന്ന RSS ഈ രാജ്യത്ത് വാർഷികമായ ഒരു ഗംഭീര പ്രസംഗം ഈ രാജ്യത്ത് നടത്തി. ഒന്നാമത്തെ പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ദുരന്തങ്ങളിൽ ഓടിയെത്തുന്നവരാണ് RSSകാർ എന്നാണ്. ആ ഓടിയെത്തുന്ന വാക്കങ്ങ് എടുത്തു മാറ്റിയാൽ നരേന്ദ്രമോദി പറഞ്ഞത് അക്ഷരം കൊണ്ട് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ദുരന്തങ്ങളുടെ പ്രസ്ഥാനമാണ് RSS. പ്രിയപ്പെട്ട RSSകാർ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കി വിദേശാശയമാണ് കമ്മ്യൂണിസ്റ്റുകാർ ആശയം എന്ന് വിളിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, മുതലാളിത്തത്തിന്റെ തറവാടായ അമേരിക്കയിൽ ഈ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് നടക്കുന്ന തൊഴിലാളി വർഗ സമരങ്ങളിൽ ദിസ് ഈസ് നോട്ട് കൾച്ചർ വാർ, ദിസ് ഈസ് ക്ലാസ് വാർ എന്ന് മുദ്രാവാക്യം ഉയർത്തുന്ന, ഇത് സാംസ്കാരികമായ സമരമല്ല, ഇത് വർഗസമരമാണെന്ന് മുദ്രാവാക്യം ഉയർത്തുന്ന അമേരിക്കയിലെ തൊഴിലാളികൾ പിടിക്കുന്ന കൊടിയും ചെങ്കൊടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിയ ശേഷം ഈ രാജ്യത്ത് മനുഷ്യരെ തല്ലിക്കൊല്ലാൻ വേണ്ടി നരേന്ദ്രമോദി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ ഒന്ന് പശുമാംസത്തിന്റെ പേരിലായിരുന്നു, ഗോവധമായിരുന്നു. ഗോവധം ഉയർത്തി ഈ രാജ്യത്തിനകത്ത് നിഷ്കളങ്കരായ 200ഓളം മനുഷ്യരെയാണ് രാജ്യത്തിനകത്ത് തല്ലിക്കൊന്നിട്ടുള്ളത്. വിവിധങ്ങളായ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ അവർ നേതൃത്വം കൊടുത്തു. വിവിധങ്ങളായ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ RSS നേതൃത്വം കൊടുത്തത് ഗോസംരക്ഷണം എന്ന രാഷ്ട്രീയ അജണ്ട ഉപയോഗപ്പെടുത്തിയാണ്. കലാപങ്ങളിൽ ജയ് ശ്രീരാം വിളിക്കുകയും മനുഷ്യന്റെ നെഞ്ചിലേക്ക് കലാപങ്ങളിൽ തൃശൂലം കുത്തിയിറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ RSSന് ഏത് മതവിശ്വാസത്തെയാണ് കൂട്ടുപിടിക്കാൻ കഴിയുന്നത്? ഈ രാജ്യത്തെയോ ലോകത്തെയോ ഒരു മതവിശ്വാസവും RSSന്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്നു പോകുന്നതേ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയത പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന RSSകാർ ഈ രാജ്യത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രം നന്നായി ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പിറന്ന മണ്ണാണ് ഈ പിണറായി. പിണറായിയിലെ പാറപ്പുറത്ത് നിന്ന് അഭിമാനത്തോടെ നാം ഓർത്തെടുക്കേണ്ട ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമുണ്ട്. ലോകത്തെ ഏത് കോണിലേക്ക് പോയാലും നമുക്ക് ചെങ്കൊടി കാണാൻ കഴിയും. അതേ ചെങ്കൊടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും പിടിക്കുന്നത്. ഈ ചെങ്കൊടിയെ നിങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ വിദേശമാണെന്ന് കളിയാക്കുന്ന അവകാശിക്കുന്ന RSSന്റെ പ്രത്യയശാസ്ത്രത്തെയോ RSSന്റെ കാവിക്കൊടിയെയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരേടിലും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനേ കഴിയില്ല എന്നതാണ് ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബാബറി മസ്ജിദ് പൊളിക്കാൻ RSSന് ഒത്താശ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നു. ചരിത്രബോധമില്ലാത്ത, സാമൂഹ്യ ചിന്തയില്ലാത്ത ഈ രാജ്യത്തെ BJPക്കാരനും RSSകാരും ചേർന്ന് ഇന്ന് ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും അബദ്ധജടിലമായൊരു പ്രചരണം കമ്മ്യൂണിസ്റ്റ് ആശയം വിദേശാശയമാണ് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം വിദേശാശയമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും RSSന്റെ നേതാക്കന്മാർ കോട്ട് ചെയ്യാറുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് പുറത്താണ് രൂപീകരിച്ചത് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തെപ്പറ്റി എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇവരിങ്ങനെ പറയില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്താണ് കമ്മ്യൂണിസം എന്ന് പഠിച്ച ഒരാൾക്ക്, എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക്, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആശയം ഏതെങ്കിലും ഒരു രാജ്യത്തെ വിദേശാശയമാണ് എന്ന് പറയാനേ സാധിക്കില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ ലോകത്തെ എല്ലാ മനുഷ്യനെയും സ്പർശിക്കുന്ന ആശയമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ലോകത്തെല്ലായിടത്തും മനുഷ്യരുള്ള എല്ലായിടത്തും തൊഴിലാളികളുണ്ട്. തൊഴിലാളികളുള്ള എല്ലായിടത്തും തൊഴിലാളി വർഗം മുന്നേറ്റം നോക്കാറുണ്ട്. തൊഴിലാളികൾ എല്ലായിടത്തും സംഘടിക്കുന്ന കാഴ്ച നാം ലോകത്ത് കണ്ടിട്ടുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിൽ തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റവും ആ തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തിലൂടെ സൃഷ്ടിച്ച നവോത്ഥാനവുമാണ് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാർക്സിന്റെ തന്നെ ഏറ്റവും പരമപ്രധാനമായ ഒരു നിരീക്ഷണം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. മാർക്സ് പറഞ്ഞത് ലോകത്തിന്റെ ചരിത്രത്തെ പറ്റി മാർക്സ് വിശദീകരിക്കുമ്പോൾ മാർക്സ് കൂട്ടിച്ചേർത്ത ഒരു വാചകം, ഇന്നോളമുള്ള ലോകത്തിന്റെ ചരിത്രം, ആ ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണ്. ഇന്നോളമുള്ള ലോകത്തിന്റെ ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണെന്ന് മാർക്സ് നിരീക്ഷിക്കുമ്പോൾ ലോകത്തിന്റെ ചരിത്രം പഠിക്കുന്ന എല്ലാ മനുഷ്യർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ലോകം ഇന്നോളം കൈവരിച്ച എല്ലാ മുന്നേറ്റങ്ങൾക്കു പിന്നിലും ലോകത്തെ
സംഘടിതമായ തൊഴിലാളി വർഗത്തിന്റെ അധ്വാനത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും എന്നതാണ്. അത് ഫ്രഞ്ച് വിപ്ലവത്തിലാണെങ്കിലും റഷ്യൻ വിപ്ലവത്തിലാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലാണെങ്കിലും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിതമായ തൊഴിലാളി വർഗം നടത്തിയ മുന്നേറ്റങ്ങളെ ഈ ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എവിടെയെല്ലാം തൊഴിലാളികളുണ്ടോ അവിടെയെല്ലാം തൊഴിലാളികൾ സംഘടിക്കും. എവിടെയെല്ലാം തൊഴിലാളികൾ സംഘടിക്കുമോ അവിടെയെല്ലാം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെപ്പറ്റി ചർച്ചകൾ ഉണ്ടാവും. ആ തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് നാം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. പൊട്ടിച്ചെറിയാൻ കൈച്ചങ്ങലകളും കിട്ടാനുള്ളത് പുതിയ ലോകമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞവരാണ് തൊഴിലാളികൾ. ഇരുളുമായും വെളിച്ചം വരും, ചങ്ങലകൾ പൊട്ടും, സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഉറക്കം മുദ്രാവാക്യം വിളിച്ചവരാണ് ലോകത്തെ തൊഴിലാളി വർഗം. ആ ലോകത്തെ തൊഴിലാളി വർഗം ഉയർത്തിയ കൊടി ചെങ്കൊടിയാണ്. ആ ചെങ്കൊടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്ന കൊടി. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ചെങ്കൊടി കാണാൻ സാധിക്കും. അമേരിക്ക ലോകത്തെ പ്രധാനപ്പെട്ട മുതലാളിത്ത രാജ്യമാണ്. ഇന്ന് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ രാജാക്കന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക. ആ അമേരിക്കയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ആ അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്ന തൊഴിലാളി വർഗ സമരങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട RSSകാർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കി വിദേശാശയമാണ് കമ്മ്യൂണിസ്റ്റുകാർ ആശയം എന്ന് വിളിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് മുതലാളിത്തത്തിന്റെ തറവാടായ അമേരിക്കയിൽ ഈ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് നടക്കുന്ന തൊഴിലാളി വർഗ സമരങ്ങളിൽ ദിസ് ഈസ് നോട്ട് കൾച്ചർ വാർ, ദിസ് ഈസ് ക്ലാസ് വാർ എന്ന് മുദ്രാവാക്യം ഉയർത്തുന്ന ഇത് സാംസ്കാരികമായ സമരമല്ല, ഇത് വർഗസമരമാണെന്ന് മുദ്രാവാക്യം ഉയർത്തുന്ന അമേരിക്കയിലെ തൊഴിലാളികൾ പിടിക്കുന്ന കൊടിയും ചെങ്കൊടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തെ ഏത് കോണിലേക്ക് പോയാലും നമുക്ക് ചെങ്കൊടി കാണാൻ കഴിയും. അതേ ചെങ്കൊടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും പിടിക്കുന്നത്. ഈ ചെങ്കൊടിയെ നിങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ വിദേശമാണെന്ന് കളിയാക്കുന്ന അപഹസിക്കുന്ന RSSന്റെ പ്രത്യയശാസ്ത്രത്തെയോ RSSന്റെ കാവിക്കൊടിയെയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരേടിലും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനേ കഴിയില്ല എന്നതാണ് ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ വിദേശമെന്ന് വിളിച്ച് കളിയാക്കുന്ന ഈ RSSന്റെ പ്രത്യയശാസ്ത്രം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ RSSനെ പറ്റി പഠിച്ചാൽ, RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പറ്റി പഠിച്ചാൽ, RSSന്റെ രൂപീകരണത്തിന്റെ ചരിത്രത്തെ പറ്റി പഠിച്ചാൽ നിസ്സംശയമായി നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത RSSന്റെ ചരിത്രം സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് എന്നതാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ എല്ലാ ആശീർവാദവും ഏറ്റുവാങ്ങിയാണ് ഇന്ത്യയിലെ RSS രൂപീകരിക്കപ്പെട്ടതെന്നാണ് ഇന്ത്യയിലെ RSSന്റെ ചരിത്രം. RSS രൂപീകൃതമായതിനു ശേഷം ഉയർത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച് പഴകിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രം. ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസൽമാനെയും വിഭജിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രയോഗിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ കുടിലതന്ത്രം. ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയെ സാമ്രാജ്യത്വവാദികൾക്ക് കീഴ്പ്പെടുത്താനായത്? ഇന്ത്യയിലേക്ക് വന്ന ഡച്ചുകാർക്ക്, ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാർക്ക്, ഇന്ത്യയിലേക്ക് വന്ന ഫ്രഞ്ചുകാർക്ക്, ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർക്ക് എന്തുകൊണ്ടാണ് വേഗം ഇന്ത്യയിലെ ജനതയെ കീഴ്പ്പെടുത്തി അവരെ ഭരിക്കാൻ കഴിയുന്ന ഒരു ഭരണവ്യവസ്ഥിതി ഇവിടെ സ്ഥാപിക്കാനായത്? മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജനത കേവലം ഹിന്ദുക്കളായോ മുസൽമാന്മാരായോ മാത്രം വിഭജിക്കപ്പെട്ട ഒരു സമൂഹമേ ആയിരുന്നില്ല. മാർക്സിന്റെ നിരീക്ഷണം തുടരുകയാണ്. അവർ ജാതികളാലും വിഭജിക്കപ്പെട്ടിരുന്നു. അവർ ഗോത്രങ്ങളാലും കാന്തദർശിയായ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു മാർക്സ് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ മാർക്സിന്റെ നിരീക്ഷണം ശരിവെക്കുന്ന നിലയിലാണ് പിന്നീടുള്ള ഇന്ത്യയുടെ സാമൂഹ്യ വികാസഘട്ടം എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയിൽ പരിവർത്തനം വരുത്താൻ എന്താണ് വേണ്ടത്. ഇന്ത്യയിൽ പരിവർത്തനം വരും. മാർക്സ് മുന്നേ കുറിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ ഘടന മാറാൻ പോവുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്ന വ്യവസായങ്ങൾ, ആ വ്യവസായത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്ന റെയിൽവേ, ആ റെയിൽവേയുടെ ഭാഗമായി ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ തൊഴിലുകൾ, ആ തൊഴിലിന്റെ ഭാഗമായി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടാൻ പോകുന്ന പുതിയ തൊഴിൽ സംസ്കാരം, ഈ തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമായി പുതിയ തൊഴിലാളി വിഭാഗം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. പണ്ട് ഇന്ത്യയിൽ ജാതിയും മതവുമായിരുന്നു തൊഴിലാളിയെ തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡമെങ്കിൽ
ആ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു തൊഴിൽ സംസ്കാരം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടാൻ പോകുന്നു. അങ്ങനെ പുതുതായി രൂപീകരിക്കപ്പെടാൻ പോകുന്ന തൊഴിൽ സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യയിലെ തൊഴിലാളി വർഗം പുതിയ ഒരു ദിശാബോധത്തിലേക്ക് നടന്നു നീങ്ങും. അങ്ങനെ നടന്നു നീങ്ങുന്ന തൊഴിലാളി വർഗം സംഘടിപ്പിക്കപ്പെടും. ആ സംഘടിപ്പിക്കപ്പെടുന്ന തൊഴിലാളി വർഗം ദേശീയ പ്രസ്ഥാനമായി രൂപീകരിക്കപ്പെടുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നാണ് മാർച്ച് 1880-1800കളുടെ മധ്യത്തിൽ ഇന്ത്യയെ നോക്കി നിരീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് മാർക്സ് നടത്തിയ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന കാഴ്ചയാണ്. പിന്നീട് ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്നത്. 1857-ലാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യയിലെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന, ഇസ്ലാം മതവിഭാഗത്തിൽപ്പെടുന്ന, സിഖ് മതവിഭാഗത്തിൽപ്പെടുന്ന ഭരണാധികാരികളും മനുഷ്യരും നേതൃത്വം കൊടുക്കുന്ന ചരിത്രം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഈ രാജ്യത്തിനകത്ത് RSS പ്രവർത്തിപ്പിക്കുന്ന, RSS പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു നുണയുണ്ട്. ആ നുണ ഇന്ത്യയുടെ സംസ്കാരം ഹിന്ദുവുമായി ബന്ധപ്പെട്ട സംസ്കാരമാണ് എന്നാണ്. ഹിന്ദു രാജാക്കന്മാരാണ് ഇന്ത്യയുടെ ഭരണം കൈയാളിയിരുന്നത് എന്നാണ്. എന്നാൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി നാം പഠിച്ചാൽ, ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഈ രാജ്യത്ത് നേതൃത്വം കൊടുത്ത മനുഷ്യരുടെ പട്ടിക നാം പരിശോധിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അന്നത്തെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ സഫറിനെ നോക്കിക്കാണാൻ വേണ്ടി കഴിയും. ബഹദൂർ ഷാ സഫറും റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും ഹസ്രൻ ബീഗൽ മകവും ഉൾപ്പെടെ ഈ രാജ്യത്തിനകത്തെ വിവിധ മതവിഭാഗങ്ങളിൽ പെടുത്താൻ കഴിയുന്ന ഭരണാധികാരികൾ ഒന്നിച്ചു ചേർന്നാണ്, വിവിധ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഒന്നിച്ചു ചേർന്നാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് ഇന്ത്യയിൽ പുതിയ ഒരു അനുഭവമായിരുന്നു. കാരണം ഇന്ത്യയിലെ വിഭജിക്കപ്പെട്ട മനുഷ്യർക്കിടയിൽ നിന്നാണ് ഒരുമിച്ച് നിൽക്കണമെന്നൊരു സന്ദേശം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർത്തപ്പെടുന്നത്. ഈ സന്ദേശത്തെ ഏറ്റവും അധികം ഭയപ്പെട്ടതാരാണ് എന്ന് ചോദിച്ചാൽ ആ ഭയപ്പാടുണ്ടാക്കിയത് ഈ രാജ്യം ഭരിച്ചിരുന്ന അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യ ശക്തിയായിരുന്ന ബ്രിട്ടീഷുകാർക്കായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ ബ്രിട്ടീഷുകാരാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ രാജ്യത്ത് പുറത്തെടുത്തത്. അതിന്റെ ഫലം എന്തായിരുന്നു? നിങ്ങൾ നോക്കിയാൽ RSS രൂപീകൃതമായതിനു ശേഷം ഈ രാജ്യത്ത് RSS പുറത്തെടുത്തിട്ടുള്ള ഏറ്റവും വിശദമായ പ്രചരണവും RSSന്റെ ഏറ്റവും തീവ്രമായ മുദ്രാവാക്യവും അത് രാമക്ഷേത്രത്തെ സംബന്ധിച്ചായിരുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ രാമക്ഷേത്രം എന്ന രാഷ്ട്രീയ അജണ്ട RSSന്റെ അജണ്ടയായിരുന്നില്ല എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. RSSകാരൻ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ആ ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന RSSകാരൻ മനസ്സിലാക്കേണ്ടത്, RSS ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ടയായി ഉയർത്തുന്ന രാമക്ഷേത്രമുണ്ടല്ലോ, ആ രാമക്ഷേത്രം എന്ന അജണ്ട RSSന്റെ അജണ്ടയായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ആ അജണ്ട ഈ രാജ്യത്ത് ആദ്യം ഉയർത്തുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. 1858 ഈ രാജ്യത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യത്ത് ഈ രാജ്യം കാണാത്ത നിലയിൽ ഹിന്ദു സമൂഹവും മുസ്ലിം സമൂഹവും ഒന്നിക്കുന്നത് കാണുന്ന ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ ജനസമൂഹത്തിനിടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം തയ്യാറാക്കിയ രാഷ്ട്രീയ അജണ്ടയായിരുന്നു രാമക്ഷേത്രവും അയോധ്യയിലെ ബാബറി മസ്ജിദിനെതിരായ പ്രചരണവുമെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പഠിച്ചാൽ രണ്ട് രക്തസാക്ഷികളെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ആ രക്തസാക്ഷികളിൽ ഹിന്ദു മതത്തിൽ പിറന്ന ഒരു മനുഷ്യരുണ്ട്, ഇസ്ലാം മതത്തിൽ പിറന്ന മറ്റൊരു മനുഷ്യരുണ്ട്. ഹിന്ദു മതത്തിൽ പിറന്ന മനുഷ്യന്റെ പേര് ബാബ രാംചരൺ ദാസ് എന്നാണ്. ഇസ്ലാം മതത്തിൽ പിറന്ന മനുഷ്യന്റെ പേര് ഫൈസാബാദ് മൗലവി എന്നാണ്. ഈ രണ്ട് മനുഷ്യരെ എങ്ങനെയാണ് ഇന്ത്യക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത്? 1858 ഈ രണ്ട് മനുഷ്യർ രക്തസാക്ഷികളാവുന്നത്. ഇവർ എന്തിനു വേണ്ടിയാണ് രക്തസാക്ഷികളായത്? ഇവർ രക്തസാക്ഷികളാവുന്നത് അന്ന് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഹിന്ദുക്കൾക്കിടയിലും മുസൽമാനിടയിലും രാഷ്ട്രീയമായ വേർതിരിവും വേറിടത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ രാമക്ഷേത്രം എന്ന അജണ്ടക്കെതിരായി ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും ഒരുമിച്ച് നിർത്താൻ ഉത്തർപ്രദേശിൽ നടത്തിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ രണ്ട് മതവിഭാഗത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മനുഷ്യർ നേതൃത്വം കൊടുക്കുകയാണ്. ആ മനുഷ്യരുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹിന്ദുക്കൾക്കിടയിലും മുസൽമാനിടയിലും ഈ രാജ്യത്തെ മനുഷ്യർ വിഭജിക്കപ്പെടാൻ പാടില്ലെന്നും ഒറ്റ ലക്ഷ്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങണമെന്നും സാഹോദര്യത്തിന്റെ മുദ്രാവാക്യം ഉയർത്തതിനാണ് ബ്രിട്ടീഷുകാർ ഈ രണ്ട് മനുഷ്യരെ അന്ന് തൂക്കിലേറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ അജണ്ടയാണ്
RSSകാർ പിന്നീട് ഏറ്റെടുക്കുന്നത് എന്ന് നാം ഓർത്തെടുക്കണം. 2014 നരേന്ദ്രമോദി രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിയ ശേഷം ഈ രാജ്യത്ത് മനുഷ്യരെ തല്ലിക്കൊല്ലാൻ വേണ്ടി നരേന്ദ്രമോദി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളൊന്ന് പശുമാംസത്തിന്റെ പേരിലായിരുന്നു, ഗോവധമായിരുന്നു. ഗോവധം ഉയർത്തി ഈ രാജ്യത്തിനകത്ത് നിഷ്കളങ്കരായ 200ഓളം മനുഷ്യരെയാണ് രാജ്യത്തിനകത്ത് തല്ലിക്കൊന്നിട്ടുള്ളത്. വിവിധങ്ങളായ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ അവർ നേതൃത്വം കൊടുത്തു. വിവിധങ്ങളായ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ RSS നേതൃത്വം കൊടുത്തത് ഗോസംരക്ഷണം എന്ന രാഷ്ട്രീയ അജണ്ട ഉപയോഗപ്പെടുത്തിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം നാം പഠിച്ചാൽ ഗോസംരക്ഷണം എന്ന രാഷ്ട്രീയ അജണ്ട ആരുടേതായിരുന്നു? RSSകാരൻ മനസ്സിലാക്കേണ്ടത് RSSന്റെ സൈദ്ധാന്തികന്മാർ തയ്യാറാക്കിയ അജണ്ടയെ ആയിരുന്നില്ല ഗോസംരക്ഷണം. ഗോസംരക്ഷണം എന്ന അജണ്ട ഈ രാജ്യത്തിനകത്ത് ബ്രിട്ടീഷുകാരുടെ അജണ്ടയുടെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട രൂപീകരിക്കപ്പെട്ട അജണ്ടയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. ആ മനുഷ്യന്റെ പേര് ലാലാ ലാൽചന്ദ് എന്നാണ്. ആരാണ് ലാലാ ലാൽചന്ദ്? ലാലാ ലാൽചന്ദ് എന്നത് പിൽക്കാലത്ത് പഞ്ചാബ് ഹിന്ദു മഹാസഭയ്ക്ക് നേതൃത്വം കൊടുത്ത മനുഷ്യനാണ്. ഹിന്ദു മഹാസഭയുടെ ആദ്യ രൂപമായ പഞ്ചാബ് ഹിന്ദു സഭയ്ക്ക് രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ലാലാ ലാൽചന്ദ്. അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ലാലാ ലാൽചന്ദിനെ ഉപയോഗിച്ചാണ് പഞ്ചാബിൽ ഒരു വലിയ പ്രചരണം അഴിച്ചുവിടുന്നത്. ആ പ്രചരണം മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ നാട്ടിലെ ഗോക്കളെയെല്ലാം വധിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ നേതൃത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്കെതിരായി സംഘടിച്ച് നാം സമരം ചെയ്യണം. ഹിന്ദുക്കളെ ഉത്ബോധിപ്പിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെ സമരം നടത്തുന്നതിനാണ് ഈ രാജ്യത്തിനകത്ത് ആദ്യമായി ഗോസംരക്ഷണത്തിന്റെ മുദ്രാവാക്യം ഉയർത്തപ്പെടുന്നത്. ആ മുദ്രാവാക്യത്തിന്റെ പശ്ചാത്തലം നാം പരിശോധിച്ചാൽ 1857 ശേഷം പഞ്ചാബിൽ സെമീന്ദാർ സിസ്റ്റത്തിനെതിരായി അതിശക്തമായ കർഷക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയാണ്. ആ കർഷക പ്രക്ഷോഭങ്ങളിൽ ഹിന്ദു മതവിശ്വാസികളുണ്ടായിരുന്നു, സിഖ് മതവിശ്വാസികളുണ്ടായിരുന്നു, ഇസ്ലാം മതവിശ്വാസികളുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ മതവിശ്വാസികൾ ചേർന്ന് നടത്തിയ ആ സമാനതയില്ലാത്ത പോരാട്ടത്തെ, ആ പോരാട്ടത്തിന്റെ ഇടയിലേക്ക് വിധ്വംസക ശക്തികൾ നടത്തിയ ഏറ്റവും വലിയ പരിശ്രമമായിരുന്നു ഗോസംരക്ഷണം എന്ന രാഷ്ട്രീയ അജണ്ട എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രാമക്ഷേത്ര അജണ്ടയും ഗോസംരക്ഷണവും ബ്രിട്ടീഷുകാരിൽ നിന്ന് പിൻപറ്റി RSS ആണ് കമ്മ്യൂണിസ്റ്റുകാരെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ RSSന് സമരം ഇല്ലാത്തത്? അവിടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും RSS തമ്മിലുണ്ടാക്കിയ സന്ധിയെപ്പറ്റി നാം തിരിച്ചറിയേണ്ടത്. 1943 അന്നത്തെ ബ്രിട്ടീഷുകാരനായ വൈസ്രോയി ഒരു കത്ത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് എഴുതുന്നുണ്ട്. ആ കത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാജ്യത്ത് ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം രാജ്യത്ത് ബ്രിട്ടീഷുകാർക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാമൂഹ്യ പശ്ചാത്തലം വികസിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പൂർവാധികം ശക്തിയോടെ കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്ക് രാജ്യത്ത് നേതൃത്വം കൊടുക്കുകയാണ്. ഈ തൊഴിലാളി പ്രക്ഷോഭങ്ങളെ നമുക്ക് അതിജീവിക്കാൻ ഒരുപക്ഷെ അധികകാലം സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മൾക്കൊരു വേദനയും തരാത്ത, നമ്മൾക്കൊരു പ്രശ്നവും ചിന്തിക്കാത്ത, നമുക്കൊരു പ്രതിസന്ധിയും സൃഷ്ടിക്കാത്ത ഒരേ ഒരു കൂട്ടർ മാത്രമാണ് വർത്തമാനകാല ഇന്ത്യയിലുള്ളത്. ബ്രിട്ടീഷുകാരൻ വൈസ്രോയി എഴുതുകയാണ്, നമുക്ക് ഒരനവസരവും ഉണ്ടാക്കാത്ത, നമ്മളെ നന്നായി പരിഗണിക്കുന്ന, നമുക്കെതിരായ ഒരു മുദ്രാവാക്യം വിളിക്കാത്ത ഒരു കൂട്ടർ മാത്രമേ രാജ്യത്തുള്ളൂ. ബ്രിട്ടീഷുകാരുടെ ഭാഷയിൽ അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞത് അത് RSSകാരാണ് എന്നാണ്. നല്ല കുഞ്ഞാടുകളായിരുന്നു RSSകാർ. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാർക്ക് നല്ല കുഞ്ഞാടുകളായിരുന്ന RSSകാരാണ് ഇന്ത്യൻ ദേശീയത പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ അവതരിക്കുന്നതെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയത പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന RSSകാർ ഈ രാജ്യത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രം നന്നായി ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പറഞ്ഞ മണ്ണാണ് ഈ പിണറായി. പിണറായിയിലെ പാറപ്പുറത്ത് നിന്ന് അഭിമാനത്തോടെ നാം ഓർത്തെടുക്കേണ്ട ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമുണ്ട്. 1917 ലോകത്തെ മാറ്റിമറിച്ചൊരു വിപ്ലവം നടക്കുന്നുണ്ട്. ആ വിപ്ലവം ലോകത്ത് തന്നെ മാറ്റിക്കുറിച്ച, ലെനിൻ നേതൃത്വം കൊടുത്ത മഹത്തായ സോഷ്യലിസ്റ്റ് പ്രക്ഷോഭമാണ്. ആ സോഷ്യലിസ്റ്റ് പ്രക്ഷോഭം ലോകത്ത് റഷ്യയിൽ മാത്രം ഒതുങ്ങി നിന്നൊന്നായിരുന്നില്ല എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം. 1917 ശേഷമാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ മനുഷ്യർ സംഘടിക്കാൻ ആരംഭിക്കുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട തൊഴിലാളി വർഗമാണ് വിമോചന പോരാട്ടങ്ങൾ സാമ്രാജ്യത്തിനെതിരെ നടത്തുന്നത്. ആ പോരാട്ടത്തിന്റെ ഊർജ്ജം ഈ ഇന്ത്യയിലും പ്രതിഫലിച്ചു വന്നത് ചരിത്രരേഖകളുടെ ഭാഗമാണ്. സോഷ്യലിസ്റ്റ് പ്രക്ഷോഭത്തിന്റെ പിൻപറ്റിയാണ് ഈ രാജ്യത്തകത്തെ ദേശീയ പ്രക്ഷോഭങ്ങളും ശക്തിപ്പെടുന്നത്. ആ ദേശീയ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുന്ന വേളയിൽ 1920
ഒരു പ്രത്യേക ഉത്തരവ് ബ്രിട്ടീഷുകാർ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. യൂറോപ്പിൽ ഒരു ഭൂതം ജനിച്ചിരിക്കുന്നു. ആരാണ് ഭൂതം? ഭൂതം മാർസാണ്. യൂറോപ്പിലെ ആ ഭൂതത്തെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചുകൂടാ പറഞ്ഞത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ മാർക്സിയൻ സാഹിത്യങ്ങളും നിരോധിക്കണമെന്നാണ് അന്നത്തെ ബ്രിട്ടീഷ് കസ്റ്റംസ് ഉത്തരവിറക്കുന്നത്. ലെനിൻ ഇന്ത്യയിൽ എന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നാം വായിച്ചാൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയപ്പെട്ടതെന്ന് കൃത്യമായ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1920-കളിൽ ഇന്ത്യയിലേക്ക് കടൽ കടന്ന് മാർക്സിന്റെ ഒരു ലേഖനവും വരാൻ പാടില്ല എന്ന് പിടിവാശിയുള്ളവരായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ. ഒരു ബ്രിട്ടീഷുകാരനായ വൈസ്രോയി ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിച്ചു വെക്കുന്നുണ്ട്, ലോകത്ത് എവിടെയാണെങ്കിലും പ്ലേഗ് പോലെ തുടച്ചു നീക്കേണ്ട ഏറ്റവും അപകടകാരികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അവരെ പടരാൻ നാം അനുവദിച്ചാൽ അവരാദ്യം ഛേദിക്കാൻ പോകുന്നത് നമ്മുടെ കഴുത്തുകളായിരിക്കുമെന്നാണ് ബ്രിട്ടീഷുകാരനായ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെക്കുന്നത്. RSSകാര നീ ബോധ്യപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഈ രാജ്യത്തിനകത്ത് ശക്തിപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഭയപ്പാടോടെയാണ് അന്നത്തെ സാമ്രാജ്യത്വം നോക്കിക്കണ്ടതെങ്കിൽ ആ സാമ്രാജ്യത്വത്തെ ഭയപ്പെടുത്തിയതിന്റെ ചരിത്രമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെന്ന് RSS ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആ സാമ്രാജ്യത്വത്തിന്, ആ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തതിന്റെ ചരിത്രമാണ് ബ്രിട്ടീഷുകാരുടെ ചരിത്രം. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് VD സവർക്കർ എന്നാണ്. RSSകാർ പറയുന്നത് VD സവർക്കർ ഞങ്ങളുടെ നേതാവല്ല എന്നാണ്. പക്ഷേ MS ഗോൾവാൾക്കർ തന്നെ പരമപൂജനീയനായിട്ടാണ് VD സവർക്കറെ കണ്ടിട്ടുള്ളത്. MS ഗോൾവാൾക്കറിന്റെ പുസ്തകമായ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ VD സവർക്കർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ആ VD സവർക്കർ ബ്രിട്ടീഷ് രാജ്ഞിക്ക് മാപ്പിടുന്ന കത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് രാജ്ഞിയോടാണ് ആ വാക്ക് പറയുന്നത്, മുടിയനായ പുത്രനായ എനിക്ക് മടങ്ങി വരാൻ അങ്ങയുടെ കാഴ്ചകളല്ലാതെ മറ്റേതാണ് ഈ രാജ്യത്തിന് അവശേഷിക്കുന്നതെന്നാണ് ബ്രിട്ടീഷുകാരോട് ഈ രാജ്യത്തെ ദേശസ്നേഹി എന്ന് RSSകാർ വിശേഷിപ്പിക്കുന്ന VD സവർക്കർ എഴുതിയ കത്തിൽ പറയുന്നത്. മുടിയനായ പുത്രനെന്ന് ബ്രിട്ടീഷ് രാജ്ഞിയോട് സ്വയം വിശേഷിപ്പിച്ച ഈ RSSന്റെ ചരിത്രത്തെ നോക്കിയാണോ ദേശാഭിമാനികളാണ് RSS എന്ന് RSS അഭിമാനം കൊള്ളാൻ ആഗ്രഹിക്കുന്നത്? ദേശാഭിമാനത്തിന്റെ അല്ല, ദേശത്തിന്റെ അപമാനമായതിന്റെ ചരിത്രമാണ് RSSന്റെ ചരിത്രമെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 100ാം വർഷമാണ് RSS ആഘോഷിക്കുന്നത്. 100ാം വർഷം ആഘോഷിക്കുന്ന RSS ഈ രാജ്യത്ത് വാർഷിക വേളയിൽ ഒരു ഗംഭീര പ്രസംഗം ഈ രാജ്യത്ത് നടത്തി. ഒന്നാമത്തെ പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ദുരന്തങ്ങളിൽ ഓടിയെത്തുന്നവരാണ് RSSകാർ എന്നാണ്. ആ ഓടിയെത്തുന്ന വാക്കങ്ങെടുത്തു മാറ്റിയാൽ നരേന്ദ്രമോദി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ദുരന്തങ്ങളുടെ പ്രസ്ഥാനമാണ് RSS. ഈ രാജ്യത്തിന്റെ ചരിത്രം നാം പഠിച്ചാൽ മനുഷ്യസൃഷ്ടമായ എല്ലാ ദുരന്തങ്ങളിലും ആ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഓടി അണിഞ്ഞിട്ടുള്ള സംഘടനയാണ് RSS എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഈ രാജ്യത്തെ കലാപങ്ങൾ, ആ കലാപങ്ങളെ പറ്റി പഠിച്ചാൽ ഈ രാജ്യം വിഭജിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ ആരംഭിക്കുന്ന വിവിധങ്ങളായ കലാപങ്ങളിൽ, അത് ഗുജറാത്ത് കലാപത്തിൽ, പഞ്ചാബിലെ കലാപത്തിൽ, ബംഗാളിലെ കലാപത്തിൽ, ഹരിയാനയിലെയും ഡൽഹിയിലെയും കലാപത്തിൽ, ജമ്മു കാശ്മീരിലെ കലാപങ്ങളിൽ, ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാപങ്ങളിൽ നാം പഠിച്ചാൽ ആ കലാപങ്ങളുടെ എല്ലാം ഒരു വശത്ത് നിറയുഴപ്പിച്ച ആയുധധാരികളായ RSSകാരെ, കലാപകാരികളെ നമുക്ക് കാണാൻ കഴിയും. ആ ദുരന്തങ്ങളുടെ എല്ലാം സൃഷ്ടാക്കൾ യഥാർത്ഥത്തിൽ RSSകാർ തന്നെയായിരുന്നു. ആ RSS ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. RSSന്റെ സർസംഘചാലക് 100 വർഷം തികഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയുമ്പോൾ നിർഭാഗ്യവശാൽ ആ പാർട്ടിയുടെ ചരിത്രത്തെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടാതെ അദ്ദേഹം വാചാലനായത് മഹാത്മാഗാന്ധിയെ പറ്റിയാണ്. ഏത് മഹാത്മാഗാന്ധി? RSS തന്നെ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. 1915 ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ശേഷം വിഭജിക്കപ്പെട്ടിരുന്ന കോൺഗ്രസിനെ ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ സംഘടിതവും അസംഘടിതവുമായ അനവധിയായ സമരപ്രക്ഷോഭങ്ങൾക്ക് ഈ ഇന്ത്യയിൽ നേതൃത്വം കൊടുത്ത മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി. രാഷ്ട്രീയമായ ചില വിയോജിപ്പുകൾ കമ്മ്യൂണിസ്റ്റുകാരും മഹാത്മാഗാന്ധിയുമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമര നേതൃത്വമായിരുന്നു മഹാത്മാഗാന്ധി. ആ സമര നേതൃത്വമായ മഹാത്മാഗാന്ധിയെ എന്തിനാണ് RSSകാർ കൊലപ്പെടുത്തിയത്? ആ RSSന് ഈ രാജ്യത്തിന് എങ്ങനെയാണ് മാപ്പ് കൊടുക്കാനാവുക? ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത മഹാത്മാഗാന്ധി
ആ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ കവർന്നെടുത്ത RSS ആണ് വർത്തമാനകാല ഇന്ത്യയിൽ ദേശസ്നേഹത്തെ പറ്റി പറയുന്നതെന്ന് അവജ്ഞയോടെയും പുച്ഛത്തോടെയുമാണ് ഇന്ത്യയിലെ മതനിരപക്ഷവാദികളായ മനുഷ്യർ ഓർത്തെടുക്കേണ്ടത്. ഈ ദുരന്തമായ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ദേശാഭിമാനപരമായ ഒരേടും കുറിക്കാൻ ഇന്നോളമുള്ള ചരിത്രത്തിൽ സാധിക്കാത്ത RSSനെ ഈ രാജ്യത്ത് തുറന്നു കാണിക്കുക എന്നതാണ് വർത്തമാനകാല കേരളത്തിലും ഇന്ത്യയിലും നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്തമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. RSSന്റെ പ്രത്യയശാസ്ത്രത്തെ നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയണം. RSSന്റെ കപടദേശീയവാദത്തെ നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയണം. RSS ഉയർത്തുന്ന മതത്തെ ചാരിയുള്ള പ്രചരണങ്ങളുടെ പൊള്ളത്തരങ്ങളെ നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയണം. മതത്തെയാണ് RSS കൂട്ടുപിടിക്കുന്നത്. ഏത് മതത്തെയാണ് RSS കൂട്ടുപിടിക്കാൻ കഴിയുന്നത്? ഈ രാജ്യത്ത് 7 പ്രധാനപ്പെട്ട മതങ്ങളുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ 7 പ്രധാനപ്പെട്ട മതങ്ങളുടെ ഏത് വിശ്വാസമാണ് RSSന്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്നത്? എല്ലാ മതഗ്രന്ഥങ്ങളും നാം വായിച്ചാൽ, എല്ലാ മതവിശ്വാസങ്ങളും നാം പഠിച്ചാൽ, എല്ലാ മതഗ്രന്ഥങ്ങളിലും എല്ലാ മതവിശ്വാസങ്ങളിലും ദൈവത്തെ വിശ്വസിപ്പിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്, വിശ്വസിക്കുന്നത് സ്നേഹമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ RSSനോട്, സ്നേഹത്തെ ദൈവത്തിന്റെ രൂപത്തിൽ കാണുന്നവരാണ് മതവിശ്വാസികളായ മനുഷ്യർ. ദൈവം സ്നേഹമാണെന്നാണ് ലോകത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സ്നേഹമായി ചിത്രീകരിക്കുമ്പോ, ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കുമ്പോ, ആ സ്നേഹത്തിന്റെ പര്യായമായി മതങ്ങളെയും മതവിശ്വാസങ്ങളെയും നാം ചേർത്ത് പിടിക്കുമ്പോ ഏത് മതവിശ്വാസത്തെയാണ് ഈ കാബാലികരായ കലാപകാരികളായ RSSന് കൂട്ടുപിടിക്കാൻ കഴിയുന്നത്? കലാപങ്ങളിൽ ജയ് ശ്രീരാം വിളിക്കുകയും മനുഷ്യന്റെ നെഞ്ചിലേക്ക് കലാപങ്ങളിൽ തൃശൂലം കുത്തിയിറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ RSSന് ഏത് മതവിശ്വാസത്തെയാണ് കൂട്ടുപിടിക്കാൻ കഴിയുന്നത്? ഈ രാജ്യത്തെയോ ലോകത്തെയോ ഒരു മതവിശ്വാസവും RSSന്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്നു പോകുന്നതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു മതവിശ്വാസത്തിലും RSSന്റെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല. RSSന്റെ പ്രത്യയശാസ്ത്രത്തിന് സ്നേഹരൂപിയായ ഒരു ദൈവത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. സ്നേഹരൂപിയായ ഒരു ദൈവത്തെയും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ദൈവത്തെ വിദ്വേഷത്തിന്റെ രൂപമായിട്ടാണ് RSS എല്ലാ കാലത്തും അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ദൈവത്തിന്റെ പേര് കലാപങ്ങളിൽ വിളിക്കുന്ന RSSന് എങ്ങനെയാണ് സ്നേഹത്തെ പ്രതിദാനം ചെയ്യാൻ കഴിയുന്നത്? ദൈവത്തിന്റെ പേര് മനുഷ്യനെ കൊന്നുകളാൻ ഉപയോഗിക്കുന്ന RSSന് എങ്ങനെയാണ് മനുഷ്യത്വത്തെ പറ്റി, ദൈവവിശ്വാസത്തെ പറ്റി പ്രസംഗിക്കാൻ കഴിയുന്നത്? ഈ RSSനെ ഒരു മതത്തെയും ചാരിയുള്ള പ്രചരണത്തിന് ആയുധം കൊടുക്കാത്തവരായി, നിരായുധരായി മാറ്റുക എന്നതാണ് വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യമെന്ന് സഖാക്കളെ നാം തിരിച്ചറിയണം. കപട ദേശീയവാദികളാണ് RSSകാർ, കപട മതവിശ്വാസികളാണ് RSSകാർ. കപട ദേശീയവാദികളും കപട മതവിശ്വാസികളുമായ RSSനെ തുറന്നു കാട്ടി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് വർത്തമാനകാല ഇന്ത്യയിൽ നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും തീവ്രമായ പോരാട്ടമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോരാട്ടങ്ങൾക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പോരാട്ടങ്ങളാണ് ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ആ പോരാട്ടങ്ങളുടെ സമരനേതൃത്വമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ മാറുന്ന കാഴ്ച വർത്തമാനകാല ഇന്ത്യയിൽ അഭിമാനത്തോടെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. അവിടെ പ്രസക്തമായ ഒരു ചോദ്യം നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എവിടെയാണ് നമുക്ക് കോൺഗ്രസിനെ കാണാൻ കഴിയുന്നത്? RSSനെതിരായി പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധം തീർക്കേണ്ട ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേരവകാശികളെന്ന് ചിത്രീകരിക്കാൻ കഴിയുന്ന കോൺഗ്രസിനെ നമുക്ക് ഈ പോരാട്ടത്തിൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നത്? ഈ പോരാട്ടത്തിൽ കോൺഗ്രസിനെ നമുക്കെവിടെയും കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, RSSന്റെ പ്രത്യയശാസ്ത്രത്തോട്, വർഗീയവാദികളുടെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിനെയാണ് വർത്തമാനകാല ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. RSSുമായി പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസ് ഏറ്റുമുട്ടുന്നത് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും RSSന്റെ പ്രത്യയശാസ്ത്രവും തമ്മിൽ പരസ്പര ബന്ധിതമായി ചേർന്നിരിക്കുന്ന കാഴ്ചയാണ് വർത്തമാനകാല ഇന്ത്യയിലേക്ക് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ ആ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് കോൺഗ്രസ് RSSനോട് നേർക്കുനേർന്ന് യുദ്ധം ചെയ്യുന്നത് കാണാനേ കഴിയില്ല. RSSന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരായി കോൺഗ്രസ് രാഷ്ട്രീയമായ സമരമുയർത്തുന്നത് ഈ രാജ്യത്തെവിടെയും നിങ്ങൾക്ക് കാണാനേ കഴിയില്ല.
അവിടെ കോൺഗ്രസ് RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് സന്ധി ചെയ്യുകയാണ്. അവിടെ കോൺഗ്രസ് സംഘപരിവാർ സംഘടനകളോട് സന്ധി ചെയ്യുകയാണ്. സംഘപരിവാർ സംഘടനകളോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസിനെ നാം വർത്തമാനകാല ഇന്ത്യയിൽ കാണുകയാണ്. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ് RSSുമായി സന്ധി ചെയ്യുകയാണ്. നിങ്ങൾ ഈ തെലങ്കാനയിലേക്ക് നോക്കിയാൽ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളൊന്നാണ് തെലങ്കാന. ആ തെലങ്കാനയിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട രാജ്യഭരണം കൈയാളുന്ന കോൺഗ്രസിന് തെലങ്കാന എന്ന സംസ്ഥാനത്ത് ആ തെലങ്കാനയിലെ ഭരണാധികാരത്തെ നിലനിർത്താൻ വേണ്ടി RSSുമായി സന്ധി ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഘോഷയാത്ര നടക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ BJP ഗവൺമെന്റുകൾ പള്ളികളെ ടാർപോളിൻ ഉപയോഗിച്ച് മൂടുന്നത്, അതേ കാഴ്ച നിങ്ങൾക്ക് ഈ രാജ്യത്ത് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്നവർക്ക് കാണാൻ കഴിയുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ RSSന് വേണ്ടി ഈ രാജ്യത്തെ ഒരു മതവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ പള്ളികളെ ടാർപോളിൻ ഉപയോഗിച്ച് മൂടുന്ന കാഴ്ച നിങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ കാണുകയാണ്. ഈ അടുത്തിടയ്ക്കാണ് കേരളത്തിലെ ഒരു പുരോഹിതൻ പ്രസംഗിച്ചത്, കർണാടകയിൽ പോലും ഈ രാജ്യത്ത് പുരോഹിതർക്ക് രക്ഷയില്ല എന്ന്. ഏതാണ് കർണാടക? ആരാണ് കർണാടക ഭരിക്കുന്നത്? കർണാടക ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ആ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പുരോഹിതർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ കേരളത്തിനകത്തുൾപ്പെടെ ഈ കേരളത്തിനകത്തെ പുരോഹിതന്മാർക്ക് പ്രസംഗിക്കേണ്ടി വരികയാണ്. എവിടെയാണ് RSSനോട് കോൺഗ്രസ് യുദ്ധം ചെയ്യുന്നത്? എവിടെയാണ് RSSനോട് കോൺഗ്രസ് പോരാട്ടം നയിക്കുന്നത്? ചരിത്രത്തിലോ വർത്തമാനത്തിലോ RSSനെതിരായി പോരാട്ടം നടത്തുന്ന കോൺഗ്രസിനെ നമുക്ക് കാണാനേ കഴിയില്ല. ഈ രാജ്യത്തിന്റെ മുതലവെച്ചതക്കേറ്റ ഏറ്റവും തീവ്രമായ പോർവേലാണ്. ഒരു സംശയവുമില്ലാതെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തിന്റെ മുതലവെച്ചതക്കേറ്റ ഏറ്റവും തീവ്രമായ പോറൽ ബാബറി മസ്ജിദ് തകർച്ചയാണ് എന്നാണ്. ആ ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതാരാണ്? ബാബറി മസ്ജിദ് തകർക്കാൻ ബാബറി മസ്ജിദിലേക്ക് പാഞ്ഞെടുത്തത് RSSകാരാണ്. RSSന്റെ കർസേവകരാണ് ബാബറി മസ്ജിദ് പൊളിച്ചെടുക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിക്കാൻ RSSന്റെ കർസേവകർ ഈ രാജ്യത്ത് നേതൃത്വം കൊടുക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇന്ന് മുസ്ലിം ലീഗുകാരൻ പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാം. ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പ്രസംഗം നമുക്ക് കേൾക്കാം. എന്താ പ്രസംഗം? ഗംഭീരമായ പ്രസംഗമാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ ആരേ ഉള്ളൂ? കോൺഗ്രസേ ഉള്ളൂ. ആരാ പ്രസംഗമാണ്? മുസ്ലിം ലീഗിന്റെ പ്രസംഗമാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ന്യൂനപക്ഷക്കാര നീ ഓടി കോൺഗ്രസിന്റെ വണ്ടിയിലേക്ക് കയറണം. ആരുടെ പ്രസംഗമാണ്? ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പ്രസംഗമാണ്. ആ ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനും ഈ രാജ്യത്തിന്റെ ചരിത്രത്തെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനെ പറ്റി ഈ വർത്തമാനം പറയാൻ വർത്തമാനകാല ഇന്ത്യയിൽ തയ്യാറാകുമോ? ബാബറി മസ്ജിദ് പൊളിക്കാൻ RSSന് ഒത്താശ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ പൊളിച്ചെടുക്കാൻ RSSന് അനുമതി ലഭിക്കുന്നത്. ആ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ പൊളിച്ചെടുക്കാൻ RSSന് മൗനാനുവാദം കൊടുത്ത കോൺഗ്രസ് ആണോ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്? കേരളത്തിൽ വലിയ പ്രചരണമാണ്. എന്താ കേരളത്തിലെ പ്രചരണം? കമ്മ്യൂണിസ്റ്റുകാർ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ്. സഖാവ് പിണറായി ന്യൂനപക്ഷ വിരോധിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഈ പ്രചരണം ആരാണ് നടത്തുന്നത്? ഈ പ്രചരണം നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഈ പ്രചരണം ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് നടത്തുന്നതാണ്. ഈ പ്രചരണം ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് നടത്താൻ നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആർക്കു വേണ്ടിയാണ് ഈ പ്രചരണം നടത്തുന്നത്? ഈ പ്രചരണം നടത്തുന്നത് UDFനും കോൺഗ്രസിനും വേണ്ടിയാണ്. ആ കോൺഗ്രസിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ രാജ്യത്ത് 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ RSSന്റെ കർത്തവ്യർ പൊളിച്ചെടുക്കുമ്പോ ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ സർവ്വസന്നാഹം ഉപയോഗിച്ച് അത് തടയാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്നും ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് ഉണ്ടാകുമായിരുന്നില്ലേ? കോൺഗ്രസ് വിചാരിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് സംരക്ഷിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് ഇച്ഛാശക്തിയോടെ ഇടപെട്ടിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കാൻ RSSന് ധൈര്യം ഉണ്ടാകുമായിരുന്നു. RSSന് ആരാണ് ബാബറി മസ്ജിദ് തകർക്കാൻ ധൈര്യം കൊടുത്തത്? RSSന് ആരാണ് ബാബറി മസ്ജിദ് തകർക്കാൻ ആയുധം കൊടുത്തത്?
RSS ധൈര്യവും RSS ആയുധവും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ബാബരയും മറ്റുള്ള മിനാരങ്ങൾ പൊളിക്കാൻ കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഈ കോൺഗ്രസ് ആണോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്? ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വാളയാർ അതിർത്തി കടന്നാൽ കോൺഗ്രസിനെ ഒരാൾ ന്യൂനപക്ഷ സംരക്ഷണം. വാളയാർ അതിർത്തിയാണല്ലോ കേരളത്തിന്റെ അതിർത്തി. കേരളത്തിന്റെ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് കയറുമ്പോ കോൺഗ്രസുകാരൻ ന്യൂനപക്ഷ സംരക്ഷകനാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പിന്നെ കോൺഗ്രസിന് വലിയ മിടുക്കാണ്. ഈ വാളയാർ അതിർത്തി ഒന്ന് കടന്നാലോ? നാം ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യമില്ലേ? ഈ രാജ്യത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൃഗീയമായി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ ഉത്തരേന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഉത്തർപ്രദേശിൽ തുടങ്ങുക. ഏതാ ഉത്തർപ്രദേശ്? ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുമ്പോ ഉത്തർപ്രദേശിനെ പ്രതികരിച്ചതാണ്. ഇന്ദിരാഗാന്ധി പ്രതികരിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും പ്രതികരിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ മൃഗീയമായി ഈ രാജ്യത്തകത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോ ആ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമത്തിൽ എവിടെയെങ്കിലും പ്രതിരോധം സൃഷ്ടിക്കുന്ന കാഴ്ച എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉത്തർപ്രദേശിൽ RSSും സംഘപരിവാറും നടത്തുന്ന അക്രമങ്ങൾക്കെതിരായി ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമത്തിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നിലപാടേ ഇല്ല. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ആക്രമിച്ചു, നാം കണ്ടതാണ്. കേരളത്തിൽ നിന്ന് കോൺഗ്രസുകാരൻ വണ്ടിയും പിടിച്ച് അപ്പം തന്നെ ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെട്ടു. നല്ല കാര്യം, ഞങ്ങൾ അംഗീകരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസുകാർ വന്നു. ഇല്ല എന്ന അഭിപ്രായം കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. രാജ്യത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവിടെ സംഘടിച്ചു. നാം ചോദിക്കട്ടെ, ഈ കേരളത്തിനകത്ത മതനിരപേക്ഷവാദികളായ മനുഷ്യർ ചോദിക്കണ്ടേ? ലീഗുകാരൻ ചോദിക്കണ്ടേ? ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ചോദിക്കണ്ടേ? അവിടെ കന്യാസ്ത്രീമാരെ ആക്രമിക്കാൻ അവിടുത്തെ ബജ്രംഗുകാരൻ നേതൃത്വം കൊടുക്കുമ്പോ ആ കന്യാസ്ത്രീമാരെ ജയിലിലടക്കാൻ അവിടുത്തെ BJP ഗവൺമെന്റ് തീരുമാനിക്കുമ്പോ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി അതിനെതിരെ നടത്തിയ പ്രതിഷേധം എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിക്കുമ്പോ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് മിണ്ടാട്ടമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ മിടുക്കന്മാരായ കേരളത്തിലെ മാധ്യമങ്ങൾ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസുകാരനാണ്, മുൻ മുഖ്യമന്ത്രി കൂടിയാണ്. പുറകെ ഏതാണ്ട് 5 ദിവസം നടന്നു. എന്തിനാണെന്നറിയോ? ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവിനോട് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചു, അല്ല, നിങ്ങളുടെ നാട്ടിൽ വന്ന് 2 കന്യാസ്ത്രീമാരെ ബജ്രംഗികൾ ആക്രമിച്ചിരിക്കുന്നു, എന്താണ് നിങ്ങളുടെ നിലപാട്? ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെടുമ്പോ ഛത്തീസ്ഗഡിലെ PCCക്ക് അതിനോട് പ്രതികരിക്കാൻ ധൈര്യമുണ്ടാവുന്നില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെടുമ്പോ അതിഭീകരമായ അക്രമം ഹരിയാനയിൽ ഉണ്ടാകുമ്പോ ഹരിയാനയിലെ കോൺഗ്രസിന് അതിനെതിരായ പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? ഉത്തർപ്രദേശിൽ സ്ഥിതി ഞാൻ പറഞ്ഞു. മധ്യപ്രദേശിൽ സ്ഥിതി എന്താണ്? മധ്യപ്രദേശിൽ ഈ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ അവിടുത്തെ BJPയുടെ നേതാക്കന്മാരും RSS സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ അവിടുത്തെ കോൺഗ്രസിന് പ്രതികരണം ഉണ്ടാവുന്നുണ്ടോ? ഡൽഹിയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല, ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല, കോൺഗ്രസിന് മിണ്ടാട്ടമേയില്ല. തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് RSSനെതിരായി കോൺഗ്രസിന് രാഷ്ട്രീയ സമരമില്ല. അപ്പോ വാളയാർ അതിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് RSS പ്രിയപ്പെട്ടതാണ്. വാളയാർ അതിർത്തി കഴിഞ്ഞ് ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ RSSനെ തള്ളിപ്പറയാൻ കോൺഗ്രസിന് ഭയമാണ്. ഈ കോൺഗ്രസിനെയാണോ ലീഗുകാരാ നീ വിശ്വസിക്കുന്നത്? ഈ കോൺഗ്രസിനെ വിശ്വസിച്ചാണോ കേരളത്തിലെ ലീഗുകാരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അഭിമാനത്തോടെ പറയട്ടെ, ഈ കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റുകാർ അഭിമാനത്തോടെ ഇന്ത്യയിലെ മനുഷ്യരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തൊട്ടവസാനം ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരനും ആ കണക്ക് നന്നായി ഒന്ന് മനസ്സിലാക്കി പഠിക്കുന്നത് നല്ലതാണ്. ആ കണക്ക് രാജ്യത്ത് നടക്കുന്ന വംശീയ വർഗീയ കലാപങ്ങളെ പറ്റിയാണ്. അഭിമാനത്തോടെ പറയട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വർഗീയ വംശീയ കലാപങ്ങൾ നടക്കുന്നത് എന്ന് നാം കാണുന്നതായിട്ടില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ ആക്രമിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പിന്നോക്ക മതങ്ങളിൽപ്പെടുന്ന മനുഷ്യർ ആക്രമിക്കപ്പെടാത്തത്?
എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജാതീയ വംശീയ കലാപങ്ങൾ ഉണ്ടാവാത്തത്? അതിന്റെ ഉത്തരം ജാതീയമായ വംശീയമായ കലാപങ്ങളോട് പ്രത്യയശാസ്ത്രപരമായ പോരാട്ടം നയിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് തന്നെയാണ്. ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞേറുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തത്തിന്റെ ഭാഗമാണ്, സംഘടനാ പ്രവർത്തനത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും ഭാഗമാണ് വർഗീയതയ്ക്കെതിരായ പോരാട്ടം. ആ പോരാട്ടമാണ് ഈ രാജ്യത്ത് നാം സംഘടിപ്പിക്കുന്നത്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തെ മനുഷ്യരെ ചേർത്തുപിടിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കേരളത്തിനകത്തേക്ക് ഒരു വർഗീയ ശക്തിക്കും കടന്നുവന്ന കലാപത്തിന് ആസൂത്രണം ചെയ്യാൻ കഴിയാത്തത്. ആ കലാപരഹിതമായ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്നത് ഈ കേരളത്തിനകത്ത് അതിശക്തമായ വർഗീയതയ്ക്കെതിരായ പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നതുകൊണ്ടാണ്. എന്നാൽ ഏറെ ജാഗ്രതയോടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളം ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയ്ക്കും വംശീയതയ്ക്കും വർഗീയ കലാപങ്ങൾക്കുമെതിരായ ഏറ്റവും ശ്രേഷ്ഠമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ ഒത്തുകൊടുക്കാൻ ഈ കേരളത്തിൽ വർഗീയ ശക്തികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഇന്നീ പുതിയവൻ ചേരുമ്പോഴാണ് അന്ന് കൊച്ചിയിൽ ഒരു സ്കൂളിലെ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം കത്തിക്കാൻ വർഗീയ ശക്തികൾ പരിശ്രമിക്കുന്നത്. ആ വിവാദം കത്തിച്ചത് ആരാണ്? അവിടെ ഒരു സ്കൂൾ മാനേജ്മെന്റ്. ആ മാനേജ്മെന്റിന് നേതൃത്വം കൊടുക്കുന്നത് കന്യാസ്ത്രീകളാണ്. കന്യാസ്ത്രീകളെ സ്വാഭാവികമായി നാം വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ മണവാട്ടികൾ എന്നാണ്. തിരുവസ്ത്രം ധരിക്കുന്നവരാണ് കന്യാസ്ത്രീകൾ. ആ തിരുവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്യാസ്ത്രീയാണ് പറഞ്ഞത്, ഞങ്ങളുടെ സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ച് പെൺകുട്ടികളെ കെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല. നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമില്ല. ഈ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിന്റെ പ്രത്യേകത കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയാണ്. എങ്ങനെയാണ് കേരളത്തിന് ഈ മതനിരപേക്ഷത ആർജിക്കാൻ കഴിയുന്നത്? കേരളത്തിന് ഈ മതനിരപേക്ഷത ആർജിക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ മുന്നേറ്റങ്ങളിൽ മതനിരപേക്ഷ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആയിരുന്നു എന്നതാണ്. നാം കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഈ കേരളത്തിലെ ചരിത്രം ഏറ്റവും ശക്തമായ ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയുമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? കണ്ണിന് കണ്ടാൽ മനുഷ്യന് ഐക്യമുണ്ടായിരുന്ന നാടായിരുന്നു ഈ കേരളം. പൊതുവഴിയിലൂടെ മനുഷ്യന് നടക്കാൻ അവകാശമില്ലാത്ത നാടായിരുന്നു ഈ കേരളം. പൊതുവഴിയിലൂടെ നടക്കാൻ മാത്രമല്ല, അമ്പലങ്ങളിൽ പോയി ആരാധന നടത്താൻ, പൊതുവഴിയിലൂടെ നടക്കാൻ, വിദ്യാഭ്യാസം നേടാൻ, വിദ്യാഭ്യാസം നടത്താൻ ഈ കേരളത്തിനകത്ത് അവകാശമില്ലാത്തവരായിരുന്നു ഈ കേരളത്തിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ എന്ന് നാം ഓർത്തെടുക്കുന്നതല്ലേ? ആ മനുഷ്യരാണ് ഇന്ന് നിവർന്നു നിന്ന് വിദ്യാഭ്യാസം നേടുന്നവരായി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരായി മാറിയിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ യാത്ര സഫലമാക്കാൻ കഴിയുന്നത്? കുമാരനാശാൻ തന്റെ കവിതയിൽ എഴുതുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യം നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നരന് ശുദ്ധ വസ്തുവാണ് പോലും, ധരിയിൽ നടക്കുന്ന തീണ്ടലാണ് പോലും, നരകമാനുള്ള കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ? നമ്മുടെ കൊച്ചു കേരളത്തെപ്പറ്റി കുമാരനാശാൻ എഴുതിയ കവിതയാണ്. വായിക്കുന്ന വഴിയിൽ നിന്ന് തുടങ്ങുന്ന ചണ്ടാലഭിക്ഷയുടെ വരികൾ നാം പഠിച്ചാൽ ജലത്തിന് പോലും ഐക്യമുണ്ടായിരുന്ന നാടാണ് കേരളം എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഈ കേരളം എങ്ങനെയാണ് മാറിയത്? ആ കേരളത്തെ മാറ്റിമറിക്കുന്നതിൽ നവോത്ഥാന നായകന്മാരുടെ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നവോത്ഥാന നായകന്മാരെ പോലെ തന്നെ നവോത്ഥാന നായകന്മാരെ പിൻപറ്റി ഈ കേരളത്തിനകത്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളെ എങ്ങനെയാണ് കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? EMS കൃഷ്ണപിള്ളയും ഈ കേരളത്തിനകത്ത് ഏറ്റെടുത്ത നവോത്ഥാനത്തിന്റെ പോരാട്ടങ്ങളെ എങ്ങനെയാണ് കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? ആ നവോത്ഥാനത്തിന്റെ പോരാട്ടങ്ങളാണ് ഈ കേരളത്തെ മതനിരപേക്ഷയുടെ ഉറച്ച കോട്ടയായി മാറ്റിയിട്ടുള്ളത്. ആ മതനിരപേക്ഷ ഉറച്ച കോട്ടയുടെ കാവൽക്കാരാണ്. ആ കാവൽക്കാർ ഈ കേരളത്തിനകത്തെ പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറ എവിടെയാണ് പഠിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളാണ് അവർ പഠിക്കുന്നത്. ആ വിദ്യാലയങ്ങളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ വിദ്യാലയങ്ങൾ സെക്യുലറാണ്, മതനിരപേക്ഷമാണ് എന്നതാണ് കേരളത്തിലെ വിദ്യാലയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ മതനിരപേക്ഷമായ വിദ്യാലയങ്ങളാണ് ഈ കേരളത്തിനകത്ത് മതനിരപേക്ഷത ഏറ്റവും വലിയ അടിസ്ഥാനശിലയായി ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളത്. ഈ മതനിരപേക്ഷ വിദ്യാലയങ്ങളെ തകർക്കുക എന്നതാണ് കേരളത്തിനകത്തെ വർഗീയവാദികളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ടയെന്ന് അറിയപ്പെടുന്നത്. എനിക്ക് പ്രശ്നമില്ല.
ഇതാണ് ഉദ്ദേശിക്കുന്നത്. ശരി, തൊഴിലാണ് എന്താ പിന്നെ എന്തായാലും പോകാൻ കഴിയില്ലല്ലേ? എന്തായാലും പോകാൻ കഴിയില്ല. വളരെ ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പൊ എന്തായാലും കേൾക്കാൻ തന്നെ നമുക്ക് നിർവഹില്ല. ശരി, മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായി ഇന്ന് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന വിദ്യാലയങ്ങളെ തകർക്കുക എന്നതാണ്. ഈ കേരളത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രമെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മുടെ സർവകലാശാലയെ പിടിച്ചെടുക്കുന്നത്. എസ്എഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ഈ വേദിയിലുണ്ട്. ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 5-6 കൊല്ലമായി കേരളത്തിനകത്തേക്ക് വരുന്ന ഗവർണർമാർ ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തെ പിടിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമം RSS നടത്തുകയാണ്. കോൺഗ്രസിനൊന്നും കണ്ട ഭാവമേ നടിക്കുന്നില്ല. കോൺഗ്രസിലുണ്ട് ഉന്നത വിദ്യാഭ്യാസം. ആടിനും ആളുകളോടകം എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസിലുണ്ട് വിദ്യാഭ്യാസം. കോൺഗ്രസിലെന്ന് മതനിരപേക്ഷത. കോൺഗ്രസുകാരന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല RSS പിടിച്ചെടുത്തു കൊണ്ടുപോയാൽ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. കോൺഗ്രസിന് ഈ കേരളത്തിലെ സ്കൂളുകളിൽ എന്തെങ്കിലും അന്യായങ്ങൾ സംഭവിച്ചാൽ അവർക്ക് ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല. എന്നാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് നമുക്കതിനെ അത്ര നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചെടുക്കുക എന്നതാണ് ഈ കേരളത്തിനകത്തെ വർഗീയവാദികളായ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശത്തെ പൊരുതി പരാജയപ്പെടുത്തുക എന്നതാണ് വർത്തമാനകാല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ദൌത്യമെന്ന് നാം തിരിച്ചറിയുകയാണ്. ആ രാഷ്ട്രീയ ദൌത്യത്തെയാണ് നാം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആ രാഷ്ട്രീയ ദൌത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇത്തരം മനുഷ്യ സംഭവങ്ങൾ, ഇത്തരം ഒഴിവാക്കേണ്ട വിവാദങ്ങൾ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് ചിലർ ബോധപൂർവം വലിച്ചുകൊണ്ട് ഇഴച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് നോക്കിയാൽ ആ ക്ലാസ് മുറികളിൽ എല്ലാം എന്നാൽ ഈ മഹിള മതവിശ്വാസങ്ങളെ പിന്തുണയുന്നവർ ഒരുമിച്ച് ചേർന്നിരുന്നാൽ നമ്മുടെ ക്ലാസ് മുറികളിൽ ജീവിക്കുന്നത്. അവർ കേവലം പഠിക്കുകയല്ല ക്ലാസ് മുറികളിൽ, അവർ ക്ലാസ് മുറികളിൽ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന നമ്മുടെ ക്ലാസ് മുറികൾ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ നമ്മുടെ ക്ലാസ് മുറികൾ. ആ ക്ലാസ് മുറികളെ വിയോജിപ്പിന്റെ മതവൈരാഗ്യത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയുമോ എന്ന പരിശോധനയാണ് കേരളത്തിനകത്ത് RSS നടത്തുന്നതെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. RSSന്റെ അജണ്ടയാണ് ഈ കേരളത്തിലെ ക്ലാസ് മുറികളെ വിഭജിക്കുക എന്നത്. RSSന്റെ അജണ്ടയാണ് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളെ വിഭജിക്കുക എന്നത്. ആ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഈ കേരളത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം. നമ്മുടെ കേരളത്തിനകത്ത് ചില ബിഷപ്പുമാരും അതോടൊപ്പം തന്നെ പുരോഹിതന്മാരും വിചാരിക്കുന്നത് ഒരു കഷ്ണം കേക്ക് കിട്ടിയാൽ RSSകാർ അവർക്കൊപ്പം നിൽക്കും എന്നാണ്. ഒരു കഷ്ണം കേക്കിനകത്ത് തീരുന്ന പ്രശ്നമേ RSSുമായിട്ടുള്ളൂ എന്നാണ് കേരളത്തിലെ തെരുവുഭാഗം പുരോഹിതരും ബിഷപ്പുമാരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP നേതാക്കന്മാർ കേക്കുമായി അരമനയിലേക്ക് ചെല്ലുമ്പോൾ ഈ കേരളത്തിനകത്ത് ചില ബിഷപ്പുമാർ അവരെ മാലയിട്ട് സ്വീകരിക്കുന്നത്. ഈ ബിഷപ്പുമാരും പുരോഹിതന്മാരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. RSSന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വിചാരധാര എന്നാണ്. ആ വിചാരധാര എഴുതിയത് RSSന്റെ രണ്ടാമത്തെ സന്ദർശകനായ MS ഗോൾവാക്കറാണ്. ആ ഗോൾവാക്കറിന്റെ വിചാരധാരയിൽ ആഭ്യന്തര ശത്രുക്കളെ പറ്റി വളരെ വിസ്താരമായി അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആഭ്യന്തര ശത്രുവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാമിനെയാണ്. രണ്ടാമത്തെ ആഭ്യന്തര ശത്രുവായി ഈ കേരളത്തിനകത്തെ ബിഷപ്പുമാർ കേൾക്കണം. RSS എഴുതി ചേർത്തിരിക്കുന്നത് കേരളത്തിനകത്തെയും രാജ്യത്തിനകത്തെയും മിഷണറിമാരെയാണ്. അങ്ങനെ മിഷണറിമാരെ ആഭ്യന്തര ശത്രുക്കളായി രേഖപ്പെടുത്തിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അപ്പോ ബിഷപ്പുമാർ മനസ്സിലാക്കുന്നത് ഒരു കഷ്ണം കേക്കിൽ തീരുന്ന പ്രശ്നമല്ല RSSന് മിഷണറിമാരോടും ഈ രാജ്യത്തിനകത്തെ ക്രിസ്ത്യൻ സമൂഹത്തോടുമെന്ന് നാം മനസ്സിലാക്കണം. കന്യാസ്ത്രീമാരെ ആക്രമിക്കാൻ ഈ രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്നവരാണ്. അത് സംഘപരിവാരമാണ്. ഛത്തീസ്ഗഡിൽ, ഒഡീഷയിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ കന്യാസ്ത്രീമാർക്കെതിരായ അക്രമത്തിന്, പുരോഹിതർക്കെതിരായ കയ്യേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഈ രാജ്യത്തിനകത്ത് സംഘപരിവാരമാണ്. ആ സംഘപരിവാരത്തെ ഇപ്പോ ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെടുന്ന മനുഷ്യർ വിളിച്ച് വീട്ടിലേക്ക് കിട്ടിയാൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഉന്മൂലനമാണ്
പ്രത്യയശാസ്ത്രമെന്ന് അവർ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കി ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കലാണ് RSSന്റെ പ്രത്യയശാസ്ത്രമെന്ന് നാം ഓർത്തെടുക്കലായിട്ടുണ്ട്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ, ആ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ഈ രാജ്യത്തെ സവർണാധിപത്യത്തെ പ്രസ്താവിക്കാനാണ് RSS പരിശ്രമിക്കുന്നത്. അതിനെതിരായ പോരാട്ടത്തെയാണ് നാം മുന്നോട്ട് നയിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാടുകൾ കേരളത്തിനകത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ KPCCക്ക് ഒരു മുൻ അധ്യക്ഷനുണ്ടായിരുന്നു. പിണറായിയെ രാജിവെപ്പിച്ചിട്ട് അതുകൊണ്ട് കുറച്ചു നാളായി അദ്ദേഹത്തിന്റെ പ്രതികരണമൊന്നും കേരളം കേൾക്കുന്നത് ഇല്ല. എവിടെയാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്കും മനസ്സിലാവുന്നതില്ല. നിങ്ങളുടെ ജില്ലയിൽ എവിടെയെങ്കിലും അദ്ദേഹം കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെവിടെയും ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രസ്താവന പക്ഷേ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എന്താ കേസുദാരന്റെ രാഷ്ട്രീയ പ്രസ്താവന? എനിക്ക് തോന്നിയാൽ, എനിക്ക് തോന്നുമ്പോ ഞാൻ RSSലേക്ക് പോകും എന്നാണ്. When I want, I will go with BJP എന്നാണ്. കേസുദാരന്റെ വിശ്വപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗം നാം ഓർത്തെടുക്കണം കേട്ടോ. കോൺഗ്രസുകാരും ലീഗുകാരും ആവേശത്തോടെ ഓർത്തെടുക്കുന്ന കേസുദാരന്റെ ഒരു പ്രസംഗമുണ്ട്. കേസുദാരൻ തന്റെ ജീവിതാനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിൽ കേസുദാരൻ തന്റെ പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? എന്റെ ജീവിതത്തെ ആവേശം കൊള്ളിച്ച അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേസുദാരൻ പ്രസംഗിക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് ഈ മഹാൻ പ്രസംഗിക്കാൻ പോകുന്നത് എന്നാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ അട്ടിമറിച്ച വിമോചന സമരത്തെ പറ്റിയെങ്കിലും പറയുമെന്ന് നാം ഒരു വേള തെറ്റിദ്ധരിച്ചു. പക്ഷേ കേസുദാരന്റെ പ്രസംഗം ഇങ്ങനെയാണ് പുരോഗമിച്ചത്. എന്റെ ജീവിതത്തെ ഏറ്റവും ആവേശം കൊള്ളിച്ച അനുഭവം, ഞാൻ പണ്ട് കണ്ണൂരിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ RSSന്റെ ശാഖ കച്ചി കളയാൻ വേണ്ടി വന്നു. ഞാൻ നെഞ്ചും വിരിച്ച് RSSന്റെ ശാഖ സംരക്ഷിക്കും. നമ്മൾ നമുക്ക് കഴിയും. എങ്ങനെയാ കഴിയുന്നത്? എന്റെ കോലുമുട്ടായി തന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ കോലുമുട്ടായി രക്ഷിതാക്കൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ കരയാറുണ്ട്. ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളിൽ കഴിയുന്നത്. ഒരു ബോംബ് ഞാൻ പൊട്ടിക്കും. CPM-കാർ നോക്കിയിരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ കോലുമുട്ടായി തുടങ്ങി കഴിയുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് CPM-നെ ഭീഷണിപ്പെടുന്നു. ഈ ഭീഷണിപ്പെടുന്നത് CPM-ന് നേരെ വലിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വിലപിച്ചുകൊണ്ടാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. ആദ്യം വന്നപ്പോൾ ഗർജനത്തിന് ശബ്ദമായിരുന്നു. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിലാപമാണ്. ആ പ്രതിപക്ഷ നേതാവിന്റെ പഴയകാല ചരിത്രം ഉണ്ടാവും. RSSന്റെ പരിപാടിക്ക് പോയി